ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അന്തർശൗചത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കോർഡിനേറ്റ് ചെയ്യുന്നത് ലക്ഷ്മണൻ മാസ്റ്റർ ആണ്. ഇന്ന് വായിക്കുന്നത് ഹിമ ആണ്. ബാംഗ്ലൂരുള്ള അലമിനിയാണ്, ഓൾഡ് സ്റ്റുഡന്റ് ഓഫ് ബാലവികാസ്. പിന്നെ ഇന്ന് ഭജന പാടുന്നത് ശ്രീദേവി അനിലാണ്, ബാലവികാസ് സ്റ്റുഡന്റ്. മാസ്റ്ററാണ് നമുക്ക് കോർഡിനേറ്റ് ചെയ്യുന്നത്. സൈറാം മാഷെ. സൈറാം. സായിരാം. എല്ലാവർക്കും സ്നേഹപൂർണമായ സായിരാം. ഇന്ന് ഞാനിപ്പോ ഓങ്കാരവും സായി ഗായത്രിയും ജപിച്ചതിന് ശേഷം ഇന്നത്തെ ആളെ സ്വാഗതം ചെയ്യാം. ഓ ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം. ഇന്ന് പാരായണം ചെയ്യുന്നതും അനുഭവം പറയുന്നതും ശ്രീമതി ഹിമ ബാംഗ്ലൂരാണ്. അവരെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. അവർ ഒന്ന് വീഡിയോ ഓൺ ചെയ്തിട്ട് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യണം, എന്നിട്ട് പരിപാടി തുടങ്ങിക്കോളും. സായിരാം. സായിരാം. എൻ്റെ പേര് ഹിമ. ഞാൻ 18 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ബാലവികാസ് സ്റ്റുഡൻ്റ് ആണ്. ഞാനിപ്പോ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യാണ്. ഒരു അധ്യാപികയാണ്, കോളേജ് അധ്യാപികയായിട്ട് വർക്ക് ചെയ്യുവാണ്. ഇവിടെ ഒരു 10 വർഷം ആയിട്ട് സെറ്റിൽഡ് ആണ്. വിവാഹം കഴിഞ്ഞ് കുട്ടിയൊക്കെ ആയിട്ട് ഇവിടെ സെറ്റിൽഡ് ആണ്. ഒരുപാട് സന്തോഷം തോന്നുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, കൃത്യമായിട്ട് പറഞ്ഞാൽ വിവാഹത്തിന് ശേഷം 10 വർഷങ്ങൾക്ക് ശേഷം സ്വാമിയുടെ ഇങ്ങനെ ഒരു സദസ്സിൽ അനുഭവം പറയാൻ ഇരിക്കേണ്ടി അങ്ങനെ ഒരു അവസരം ലഭിച്ചതിന് ഒരുപാട് നന്ദി എല്ലാ ഭാരവാഹികളോടും ഞാൻ പറയാണ്. ഒരുപാട് അനുഗ്രഹീതയായിട്ട് ഞാൻ എന്നെ തന്നെ കണക്കാക്കുന്നു. കാരണം ഇങ്ങനെ ഒരു അവസരം എനിക്ക് ലഭിച്ചത് ജനുവരി 1-ാം തീയതിയാണ്. അപ്പോ ഒരു പുതുവത്സര ദിനത്തിൽ ഇങ്ങനെ ഒരു അവസരം എനിക്ക് ലഭിച്ചതിൽ ഇങ്ങനെ ഒരു ഫോൺ കോൾ വരുന്നത് ജനുവരി 1-ാം തീയതിയാണ്. വളരെ സന്തോഷം തോന്നുന്നു ഇങ്ങനെ ഒരു സദസ്സിനെ അഭിമുഖീകരിക്കാൻ കഴിഞ്ഞതിൽ. സായിരാം. എന്നാ ഞാൻ വാണി വായിച്ചു തുടങ്ങിക്കോട്ടെ മാസ്റ്റർ? ഓക്കെ സായിരാം. സായിരാം. ജീവിതം ഒരു ത്രിധനമേളയാണ്. ദേഹത്തിന്റെ കൊതി തീർക്കുവാൻ നിങ്ങളുടെ ഊർജം തിരിച്ചു കൊടുക്കരുത്. അത് ഓരോ നിമിഷവും പ്രായം കൂടി ശവപ്പറമ്പിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതം ഒരു ത്രിധനമേളയാണ്. വൈകുന്നേരം പൂക്കുന്ന പൂവ് പോലെ. ശാരീരിക സൗന്ദര്യം എല്ലാം നഷ്ടപ്പെട്ട് എല്ലാവർക്കും എല്ലാത്തിനും പരാശ്രയം വേണ്ടിവരും. അതുകൊണ്ട് മരണത്തിന് തയ്യാറാവുക. ശാന്തമായി ആനന്ദത്തോടെ ഈശ്വരേച്ഛാലംബനത്തോടെ അതിനെ നേരിടുന്നതിന് സജ്ജമായിരിക്കുക. ഒരു ഞൊടിയിട കൊണ്ട് ഇത് വരുമ്പോൾ നേടാവുന്ന കാര്യമല്ല ഇത്. അത് ദീർഘകാലാഭ്യസനത്തിന്റെ ഫലമാണ്. സംഭവിക്കുന്നതിലെല്ലാം ഈശ്വരന്റെ കരങ്ങൾ കാണുക. അപ്പോൾ നിങ്ങൾ ഉല്ലസിക്കുകയോ ദുഃഖിക്കുകയോ ഇല്ല. നിങ്ങളുടെ ജീവിതം ഒരു അഖണ്ഡ പൂജയോ ധ്യാനമോ ആയിത്തീരും. നിങ്ങൾ എല്ലാവരും ഭ്രാതൃത്വം വളർത്തുക. സഹകരണം, ആനന്ദം എന്നീ ചിന്തയും ഓരോരുത്തർക്കും മറ്റുള്ളവരോട് ആദരവും വളർത്തുക. അപ്പോൾ ഈ ഗ്രാമത്തിന് സമാന്തരമായി മറ്റൊന്നുണ്ടാവില്ല. എന്തിനത് പക്ഷം വിദ്വേഷം കൊണ്ടും അസൂയ കൊണ്ടും മലിനമാക്കുന്നു. നിങ്ങൾ സ്വന്തം സ്ഥലം ഒഴുകുന്നു, സ്വന്തം ഭക്ഷണം കഴിക്കുന്നു, പിന്നെന്തിനുന്നത? ഈ കുഴപ്പങ്ങളിൽ നിങ്ങൾ ചാടുന്നത് സമയം ഗുണമേന്മയുള്ള കർമ്മങ്ങളാൽ ചിലവഴിക്കാൻ അറിവില്ലാത്തത് കൊണ്ടാണ്. ഐക്യം
പരിപോഷിപ്പിക്കുന്നതിനുള്ള ആദ്യ നിയമം നാവിനെ നിയന്ത്രിക്കുക എന്നതാണ്. എല്ലാ ചിന്തയ്ക്കും ഉടൻ ശബ്ദരചന നടത്തരുത്. തിരഞ്ഞെടുത്ത് ആലോചിച്ച് സംസാരിക്കുക. സംസാരം മൃദുവായിരിക്കണം, മാധുര്യമുള്ളതായിരിക്കണം, ഹൃദയത്തിൽ വിദ്വേഷമില്ലാതെ ആയിരിക്കണം. ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വിദ്വേഷമില്ലാതെ ആയിരിക്കണം. ഓരോരുത്തരുടെയും ഉള്ളിൽ നിവസിക്കുന്ന സായിയോടെന്ന പോലെ തന്നെയാകണം. നാവ് ഈശ്വരനാമജപത്തിനും പാദങ്ങൾ തീർത്ഥാടനത്തിനും ഉപയോഗിക്കൂ. ഹൃദയം നല്ല ചിന്തകളും അനുഭൂതികളും കൊണ്ട് നിറയ്ക്കൂ. ഇന്ന് നഗരങ്ങളും പട്ടണങ്ങളും ശബ്ദവും വർണ്ണപ്പൊലിമയും കൊണ്ട് എല്ലാവരെയും ആകർഷിക്കുന്നു. പക്ഷേ ഗ്രാമങ്ങളാണ് കൂടുതൽ അഭികാമ്യമായവ. വിശുദ്ധമായവയോടുള്ള ഭക്തിയും മുതിർന്നവരോടും സദാചാര നിയമങ്ങളോടുമുള്ള ആദരവും ഗ്രാമങ്ങളിൽ ഇന്നും ശക്തമാണ്. പട്ടണവാസികളായ മനുഷ്യർ നായ്ക്കളെ പോലെ വഴക്കാളികളായിരിക്കുന്നു. അവരുടെ സംസാരം, ചിന്ത, അനുഭൂതികൾ എല്ലാം ക്രമപ്പെടുത്തിയ രീതികളാണ്. അവിടെ മനുഷ്യനെ മൃഗമായി കരുതി ഓമനിച്ചു മെരുക്കി ആഹാരവും വസ്ത്രവും വീടും ചിത്തവൃത്തിയും നൽകണം. മാനവൻ മാധവനാണെന്ന വസ്തുത നഗരജീവിതത്തിലെ ദിക്കിലും തിരക്കിലും ആധിയിലും അവഗണിച്ചിരിക്കുന്നു. യഥാർത്ഥ ഭക്തന്റെ ലക്ഷണം: എവിടെയാണോ അവിടെ ആനന്ദവും സംതൃപ്തിയുമായി കഴിയുവാൻ പഠിക്കൂ. ഇതിനായി നഗരങ്ങളിലേക്ക് ഓടേണ്ട. ആന്തരിക ധനവും ബാഹ്യമായ സമ്പാദ്യങ്ങളുമല്ല വേണ്ടത്. നിങ്ങളുടെ ഭവനം ധർമ്മത്തിന്റെയും സദാചാരത്തിന്റെയും പ്രേമത്തിന്റെയും ആസ്ഥാനമാക്കൂ. കോപവും അത്യാഗ്രഹവും നിയന്ത്രിക്കൂ. അതാണ് യഥാർത്ഥ ഭക്തന്റെ ലക്ഷണം. അനിയന്ത്രിതമായ സംസാരവും നീക്കങ്ങളുമല്ല. നിങ്ങൾ ഭക്തനായി അവകാശപ്പെടുന്നു, സംസാരിക്കുമ്പോൾ അങ്ങനെ പ്രഖ്യാപിക്കുന്നു. പക്ഷെ നിങ്ങളുടെ അഹംഭാവം പോയി എല്ലാവരെയും തുല്യമായി പ്രേമിക്കുന്നത് വരെ ഈശ്വരൻ നിങ്ങളുടെ ഭക്തി അംഗീകരിക്കില്ല. ഇന്നു മുതൽ വ്യക്തിപരമായ വിരോധം നിങ്ങൾ ഉപേക്ഷിക്കണം. നിങ്ങളുടെ സ്വഭാവത്തിൽ നിന്ന് ഉപേക്ഷിക്കണം. പ്രേമവും സ്നേഹവും ബന്ധിതമാകുന്ന ഒരേ കുടുംബത്തിലെ ഉറ്റവരാണ് നിങ്ങൾ എല്ലാവരും എന്ന് തോന്നണം. സ്നേഹത്തോടെ ജീവിക്കണം, ആനന്ദത്തോടെ ജീവിക്കണം. കലഹവും വിദ്വേഷവും അലട്ടാതെ. കാരണം ഇന്നോ നാളെയോ കലഹവും വിദ്വേഷവും കൊണ്ട് നേടിയെന്ന് കരുതിയവയെല്ലാം ഉപേക്ഷിക്കാനുള്ളതാണ്. ഗ്രാമത്തിലെ തലമുതിർന്നവരുടെ ഉപദേശങ്ങൾ ശ്രദ്ധിക്കൂ. നിങ്ങളുടെ ക്ഷേമമാണ് അവരുടെ മനസ്സിൽ. ഇന്നത്തെ ആനന്ദം നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ച് മൗനത്തിൽ കൂടി വികസിപ്പിച്ചെടുക്കുക. ഞാൻ പോകുന്ന വേളയിൽ ആവേശത്തോടെ ഓടി സ്ത്രീകളെയും വൃദ്ധന്മാരെയും കുട്ടികളെയും തള്ളിയിട്ട് വീഴേണ്ട. ഭക്തി ശിക്ഷണവും നിയന്ത്രണവും ഉള്ളതായിരിക്കണം. ആ ശിക്ഷിത ഭക്തി നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഞാനിവിടെ വന്നത്. സായിരാം. ഹിമ, ഇനി അനുഭവം പറഞ്ഞോളൂ. സായിരാം. സായിരാം. അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ, ഞാൻ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ബാലവികാസ് വിദ്യാർത്ഥിയായിട്ട് ചേരുന്നത്. ആ ഒരു സമയം മുതൽ ഞാൻ കേൾക്കുന്നത് തിങ്കൾ മുതൽ വെള്ളി വരെ നമ്മൾ സ്കൂളിൽ പോകുന്നു. ശനിയും ഞായറും ഏകദേശം രാവിലെ മുതൽ ഉച്ച വരെ നമ്മൾ ബാലവികാസ് ക്ലാസ്സിൽ ഇരിക്കുന്നു. ആ സമയത്ത് എല്ലായിടത്തും നമ്മൾ കേൾക്കുന്നത് നല്ല കാര്യങ്ങൾ മാത്രമാണ്. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരങ്ങളിൽ സമിതിയിൽ പോകുന്നു. ഒരുപാട് ആളുകൾ ഉണ്ടാവും, കൂടുതലും മുതിർന്നവരായിരിക്കും. അവരുടെ അനുഭവങ്ങൾ പറയും. ഇതെല്ലാം കേട്ട് നമുക്ക് മനസ്സിലായി, ഞാൻ വളർന്ന ഒരു ചുറ്റുപാടിലാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാ മാംസാദികളും എല്ലാം കഴിക്കുമായിരുന്നു. പക്ഷെ ഇതില് ബാലവികാസിൽ ചേർന്ന ഒരു കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ തന്നെ ഞാനത് ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല. കാരണം ഞാനൊരു 11 വയസ്സുള്ള കുട്ടിയല്ലേ, നമുക്കത് ഉപേക്ഷിക്കാൻ പറ്റില്ല. അപ്പോ അങ്ങനെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു അസുഖം വരുന്നത്. വയറിന് ഭയങ്കരമായ വേദന. അങ്ങനെ അഡ്മിറ്റായി. നമ്മൾ ഒരാഴ്ചയോളം ആശുപത്രിയിലായി. പക്ഷെ ആശുപത്രിവാസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു മത്സ്യമാംസാദികൾ കഴിക്കാൻ പാടില്ല. ഏകദേശം ഒരു 6 മാസത്തോളം അല്ലെങ്കിൽ 1 വർഷത്തോളം അത് ഉപേക്ഷിച്ചേ പറ്റൂ, കാരണം അത് ശരിയാവുന്നില്ല, അങ്ങനെ പറഞ്ഞു. അപ്പൊ നമ്മൾ എന്തായാലും ചികിത്സയുടെ ഭാഗമായി ഞാൻ ഏകദേശം 1 വർഷത്തോളം അത് കഴിച്ചില്ല. നന്നായിട്ട് അസുഖങ്ങളെല്ലാം മാറാൻ വേണ്ടിയിട്ട് അത് കഴിച്ചില്ല. പിന്നെ ആ 1 വർഷം കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ വീടും പരിസരവും അതുപോലെ തന്നെ ആയതുകൊണ്ട് വീണ്ടും അത് കഴിച്ചു തുടങ്ങി. പക്ഷെ അത് കഴിച്ചു തുടങ്ങിയപ്പോൾ വീണ്ടും എനിക്ക് ഇതുപോലെ തന്നെ വീണ്ടും അസുഖം വന്നു. അപ്പോ എന്നിട്ടും ഞാനത് ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. കാരണം ഇതിനോടുള്ള ആസക്തി എനിക്ക് അപ്പോഴും ഉണ്ടായിരുന്നു. ഈ എല്ലാ കാര്യങ്ങളും മനസ്സിലേക്ക് ഉൾക്കൊള്ളാൻ കുറെ സമയമെടുത്തു. എന്നിട്ടും ഞാനത് ഉപേക്ഷിക്കാൻ തയ്യാറില്ല. പക്ഷെ ഓരോ പ്രാവശ്യം ഇത് കഴിക്കുമ്പോഴും ഓരോ പ്രാവശ്യവും എനിക്ക് ഈ അസുഖങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. കുറെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു ഒരു സൂചനയാണ്. ഇത് വേണ്ട, ഇതെന്റെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കാനുള്ള സമയമായിരിക്കുന്നു. ഏകദേശം 12ാം വയസ്സിൽ ഒരു 7ാം ക്ലാസ് മുതൽ ഞാൻ മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ചു തുടങ്ങി. ആ നിമിഷം മുതൽ ഈ നിമിഷം വരെ ഞാനത്
കഴിച്ചിട്ടില്ല. പാകം ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, പാകം ചെയ്യുന്നുണ്ട്, എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഞാൻ എൻ്റെ വായിലേക്ക് ഇന്ന് വരെ ഞാൻ വെച്ചിട്ടില്ല. എന്തൊക്കെ സാഹചര്യങ്ങളിലൂടെ പോയിട്ടും അത് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അത് ഏറ്റവും വലിയൊരു അനുഭവമായിരുന്നു എനിക്ക്. കാരണം ഞാൻ അതിന് ഭയങ്കര ആസക്തിയായിരുന്നു എനിക്ക്. പക്ഷെ അത് ഒരു 12-ാം വയസ്സിൽ എനിക്ക് അത് ഉപേക്ഷിക്കാൻ സാധിച്ചു എന്ന് പറയുമ്പോഴും, ഇന്ന് 30-ാം വയസ്സിലെത്തി നിൽക്കുമ്പോഴും ഞാൻ അത് തൊട്ടിട്ടില്ല എന്ന് പറയുമ്പോഴും അത് എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമാണ്. കാരണം എനിക്ക് അത്രയും ആസക്തിയുള്ള ഒരു സാധനമായിരുന്നു അത്. അത് തന്നെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു അനുഭവം. അത് തന്നെയായിരുന്നു. പിന്നീട് അങ്ങോട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാല് എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടായി എന്നുള്ളത് ഇന്നും എനിക്ക് വിവരിക്കാൻ പറ്റാവുന്നതിലധികം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഞാൻ എല്ലാ വർഷവും ഒരു പ്രാവശ്യമെങ്കിലും പുട്ടപർത്തിൽ പോകുമായിരുന്നു. അതിനുശേഷം നമ്മൾ സമിതിയിൽ നിന്ന് എല്ലാവരും കൂടി ഒരുമിച്ചുള്ള ഒരു ഇതിൽ പോകുമായിരുന്നു. 12-ാം ക്ലാസ് വരെ അങ്ങനെ പോയിട്ടുണ്ട്. കാരണം 12-ാം ക്ലാസ് വരെ ഞാൻ നാട്ടിൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എഞ്ചിനീയറിംഗിന്റെ ആ വിദ്യാഭ്യാസത്തിന് വേണ്ടി തമിഴ്നാട്ടിലോട്ട് പോയി. അപ്പോൾ ഞാൻ ഈ ബാലവികാസ് അപ്പോഴേക്കും എൻ്റെ 3rd ഗ്രൂപ്പ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം വ്യാഴാഴ്ചകളിലുള്ള സമിതിയിലുള്ള വരവില്ല. പിന്നെ വർഷങ്ങളിൽ പോകുന്ന സ്വാമിയെ കാണാൻ പോകാൻ പറ്റുന്നില്ല. കാരണം ആ സമയത്ത് നമുക്ക് എക്സാംസ് വരും, ക്ലാസ്സസ് വരും, അതെല്ലാം മുടങ്ങിപ്പോയി. പക്ഷെ എന്നിരുന്നാലും നാമജപവും വേദപാരായണമൊക്കെ നമുക്ക് തുടങ്ങിയായിരുന്നു. ഞാൻ രാവിലെ എഴുന്നേറ്റ് വേദപാരായണമൊക്കെ ചെയ്യുമായിരുന്നു. അതെല്ലാം ഞാൻ ഹോസ്റ്റലിലും അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഹോസ്റ്റലിലും ഇതുപോലെ ഭക്ഷണക്രമത്തിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഒരിക്കലും മത്സ്യമാംസാദികൾ പിന്നെ ഞാൻ തൊട്ടിട്ടേ ഇല്ല. അവിടെ എന്തൊക്കെ ഓഫ് ചെയ്യണേ മോഹൻ സർ. പറഞ്ഞോളൂ. ഓക്കെ. അപ്പൊ അങ്ങനെയൊന്നും എനിക്ക് ഇതുവരെ അതൊന്നും ഞാൻ ചെയ്യേണ്ടി വന്നിട്ടില്ല. പിന്നെ നമ്മൾ ഒറ്റയ്ക്കായി പോയപ്പോൾ സത്യം പറഞ്ഞാൽ ഹോസ്റ്റലിലോട്ടുള്ള എൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അത് ഞാൻ ഒറ്റയ്ക്കായിപ്പോയി. നമുക്ക് ചുറ്റും അച്ഛനില്ല, അമ്മയില്ല, ബാലവികാസ ഗുരുക്കന്മാരില്ല, അങ്ങനെ ആരും ഇല്ലാത്തൊരു അവസ്ഥ. നമ്മൾ തന്നെ പ്രൊട്ടക്ട് ചെയ്യേണ്ടി വന്നൊരു അവസ്ഥ. ആ സമയത്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബാലവികാസ് ക്ലാസിന്റെയും ആ ഒരു രീതിയിലുള്ള പഠനത്തിന്റെയും വില മനസ്സിലായത്. ഞാൻ ഒരു സെൽഫ് ഡിസിപ്ലിനായി. ഞാൻ വളരെയധികം സെൽഫ് ഡിസിപ്ലിൻഡ് ആയി. അതായത് ഞാൻ എന്നെ തന്നെ നിയന്ത്രിക്കാൻ പഠിച്ചു. എൻ്റെ മനസ്സിനെ ഞാൻ തന്നെ നിയന്ത്രിക്കാൻ പഠിച്ചു. എന്ത് കാര്യം വന്നാലും ഞാൻ എൻ്റെ ഒരു ഫിലോസഫിയിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രിൻസിപ്പിൾസിൽ നിന്നോ ഒരിക്കലും പുറത്തു ചാടില്ല എന്ന് ഉറച്ച് ഞാൻ വിശ്വസിച്ചു. അത് ഇതുവരെ ഈ 30 വയസ്സ് വരെ ഞാൻ അതിനെ അതുപോലെ തന്നെ പിന്തുടർന്നു. കാരണം എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിന് ഞാൻ പോയ സ്ഥലം എന്ന് പറയുമ്പോൾ വളരെ മൾട്ടി കൾച്ചേർഡ് ആയിട്ടുള്ള ഒരുപാട് സ്ഥലത്തിൽ നിന്ന് വന്ന ആളുകളായിരുന്നു. പക്ഷെ അതൊന്നും എന്നെ ബാധിച്ചില്ല. അവരെ എങ്ങനെയോ ഞാൻ ഇങ്ങനെ എന്നുള്ള രീതിയിലേക്ക് മാറി. പക്ഷെ ഞാൻ ചെന്നുപെടുന്ന കൂട്ടങ്ങളെല്ലാം തന്നെ വളരെ നല്ല രീതിയിലുള്ള കൂട്ടങ്ങളായിരുന്നു എപ്പോഴും. അതിന് സ്വാമിയുടെ അനുഗ്രഹം തന്നെയാണ് അതിന് കാരണം. കാരണം എനിക്ക് കിട്ടിയ റൂംമേറ്റ്സ് ആണെങ്കിലും ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിൾ ആണെങ്കിലും എല്ലായിടത്തും നല്ല നല്ല ആളുകളെ തന്ന് എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫിലോസഫിയുമായി നല്ലതായിട്ട് അടുത്ത് നിൽക്കുന്ന അതേ കൂട്ടങ്ങളെ തന്നെ എനിക്ക് തരാൻ സ്വാമി ശരിക്കും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് മനസ്സിലായ സമയമായിരുന്നു അത്. പിന്നെ ഞാൻ എൻ്റെ എഞ്ചിനീയറിംഗ് പഠനം കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് പഠനത്തിന്റെ ഇടയിലാണ് അതിന്റെ ഒരു ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ എനിക്ക് ഒന്നും കൂടി പുട്ടപർത്തിയിൽ പോകാനുള്ള ഒരു അവസരം ലഭിച്ചു. അതായിരുന്നു ലാസ്റ്റ് എനിക്ക് കിട്ടിയ ഒരു അവസരം. അതായത് സ്വാമി ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് ലാസ്റ്റ് കിട്ടിയ ഒരു അവസരം. ആ ദിവസം സ്വാമി പൊതുവെ സ്വാമി നമ്മുടെ ഇടയിലൂടെ വരുന്നതെല്ലാം അവസാനിപ്പിച്ച ഒരു ടൈമിംഗ് ആയിരുന്നല്ലോ അതെല്ലാം. എനിക്കും ഇതുവരെ സ്കൂളിൽ നിന്നെല്ലാം പോയപ്പോഴൊന്നും എനിക്കങ്ങനെ അത്രയും കാലം ഞാൻ അങ്ങനെ സ്വാമി അത്രയും നേരിട്ട് കണ്ടിട്ടില്ല. എല്ലാം ഒരു പ്രത്യേക നിശ്ചിത ഡിസ്റ്റൻസ് വെച്ചിട്ട് തന്നെയാണ് കിട്ടിയത്. പക്ഷെ ആ അവസാനത്തെ പ്രാവശ്യത്തെ ആ ഒരു ഇതില് സ്വാമി ഒരു ഇടയിലൂടെ മഞ്ചേരി സമിതിയിൽ നിന്ന് അന്ന് യാത്ര വന്ന എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമായിരിക്കും ഇവിടെ ഉണ്ടെങ്കിൽ ആൾക്കാർ. അന്ന് പതിവില്ലാതെ ഒരു പ്രത്യേക പോർഷൻ എത്തിയപ്പോൾ സ്വാമി പറഞ്ഞു, ഈ ഭാഗത്ത് നിങ്ങൾ വരി ഉണ്ടാക്കും, എനിക്ക് ഇതിന്റെ ഇടയിലൂടെ പോകണം. സ്ത്രീകളുടെ ഒരു പ്രത്യേക പോർഷൻ എത്തിയപ്പോൾ അങ്ങനെ പെട്ടെന്ന് നമ്മൾ വരി ഉണ്ടാക്കി. സ്വാഭാവികമായിട്ടുള്ള ഒരു വരി അല്ലാതെ പെട്ടെന്ന് നമ്മൾ വരി ഉണ്ടാക്കി. അങ്ങനെ വഴി ഉണ്ടാക്കി വന്നപ്പോൾ നമ്മൾ മഞ്ചേരി സമിതിയിലുള്ള എല്ലാവരും തന്നെ ഫ്രണ്ടിലാണ് വന്നു വിട്ടത്. ലൈക്ക് നമ്മൾ എല്ലാവരും ഉണ്ടായിരുന്നു ആ സമിതിയിൽ നിന്ന്. എല്ലാ കുട്ടികളും വലിയ മുതിർന്നവരും എല്ലാവരും നമ്മൾ ഫ്രണ്ടിൽ വന്നു വിട്ടു. അതായിരുന്നു ഞാൻ അവസാനമായിട്ട് സ്വാമിയെ
അത്രയും നേരിട്ട് കണ്ട് എനിക്ക് കൈകൾ നീട്ടി തന്നു. ആ കൈകൾ ഞാൻ പിടിച്ച് ഒരുപാട് നേരം നിന്നു. എന്തിനാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഒന്നും ആവശ്യപ്പെട്ടില്ല, ഒന്നും പറഞ്ഞില്ല, കണ്ണിൽ നിന്ന് കണ്ണീരും വന്നില്ല, ഒന്നും വന്നില്ല. പക്ഷെ ഞാൻ അങ്ങനെ കൈ പിടിച്ചു നിന്നു. അതായിരുന്നു ജീവിച്ചിരിക്കുമ്പോൾ സ്വാമി അവസാനമായിട്ട് ഞാൻ കണ്ടത്. അത് കഴിഞ്ഞ് ഞാനൊരു 3rd ഇയറിലെത്തി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സ്വാമിയുടെ മരണവിവരം അറിയുന്നത്. അതെനിക്ക് ഭയങ്കര അനുഭവമായിരുന്നു. ജീവിച്ചിരിക്കുമ്പോൾ കൈകളിലൊന്ന് തൊടുക, പാദങ്ങളൊന്ന് സ്പർശിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് അതൊരു കിട്ടാക്കഞ്ഞി തന്നെയായിരുന്നു. അത് ഭയങ്കര വലിയൊരു അനുഭവമായിരുന്നു എനിക്ക്. പിന്നെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ഞാൻ ഒരുപാട് ഭജനകളൊക്കെ തന്നെ എഴുതുമായിരുന്നു. ലൈക്ക് എനിക്ക് ആരോ പറഞ്ഞു തരുന്ന പോലെയൊക്കെ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു. ഒരു പക്ഷെ ആ സമയത്ത് നമ്മൾ ടിവിയോ അങ്ങനത്തെ കാര്യങ്ങളോ കേൾക്കുന്നതിന്റെ കൂടുതലായിട്ടും അതിനേക്കാളൊക്കെ കൂടുതലായിട്ട് നമ്മൾ ബാലവികാസ് കാര്യങ്ങളും അതുപോലത്തെ സമിതിയിലെ കാര്യങ്ങളും അതിലെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇതെല്ലാം കണ്ട് ശീലമായിട്ടാണോ എന്ന് അതും എനിക്ക് സംശയമുണ്ട്. ആ കാരണങ്ങൾ കൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ഭജനകളൊക്കെ സ്വന്തമായിട്ട് എഴുതിയായിരുന്നു. എൻ്റെ വീട്ടിൽ ആ ബുക്ക് ഇപ്പോഴും ഇരിപ്പുണ്ട്. അതൊക്കെ ഉണ്ടാവുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ ഉടനെ തന്നെ എൻ്റെ വിവാഹം ശരിയായി. ഞാൻ വിവാഹം കഴിച്ചു പോകുന്നതും ഒരു സാധാരണ നായർ കുടുംബത്തിലോട്ടാണ്. എല്ലാ മത്സ്യം മാംസാദികളും എല്ലാം കഴിക്കുന്നത്. പക്ഷെ അവിടെയും സ്വാമി എന്നെ അനുഗ്രഹിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇതുവരെ ഞാനൊരു സായി ഭക്തനെന്ന് ഞാൻ അവരോട് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം അവരും അത് മനസ്സിലാക്കണമല്ലോ, നമുക്ക് ഒരുപാട് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അവര് അതിനെ പൂർണ്ണമായും അക്സെപ്റ്റ് ചെയ്ത ആൾക്കാരാണ്. ലൈക്ക് എന്നോട് ഒന്ന് നിർബന്ധിക്കുക, ലൈക്ക് എൻ്റെ ഹസ്ബൻഡ് മാത്രമല്ല ഹസ്ബൻഡിന്റെ വീട്ടുകാരും എല്ലാ ബന്ധുക്കളും അടക്കം ഇതുവരെ എന്നെ അത് കഴിക്കാൻ നിർബന്ധിച്ചിട്ടില്ല. ഇതുവരെ എൻ്റെ പ്രിൻസിപ്പലിന് അപ്പുറം ചിന്തിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചിട്ടില്ല. ഞാൻ വിവാഹം ചെയ്തതിന്റെ ശേഷം എൻ്റെ ഹസ്ബൻഡിന്റെ അമ്മ പറഞ്ഞു, നിനക്ക് എന്തായാലും ഫോട്ടോ ഒക്കെ കിട്ടുമല്ലോ, എനിക്കും ഒരു സായിബാബയുടെ ഫോട്ടോ വേണം എൻ്റെ പൂജാമുറിയിൽ വെക്കാൻ. അപ്പോൾ അങ്ങനെ ഞാൻ ചെന്നതിന് ശേഷമാണ് അവിടെ സായിന്റെ ഒരു ഫോട്ടോ വെച്ച്, ബാബയുടെ ഒരു ഫോട്ടോ ഉണ്ട് ഇപ്പോൾ അവിടെ. അപ്പോൾ അവരൊന്നും ഇറച്ചിമീൻ ഉപേക്ഷിച്ചിട്ടില്ല, അവരോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. അത് അവരുടെ സന്തോഷം, ഇത് എൻ്റെ സന്തോഷം. പക്ഷെ ആരും ഇതുവരെ എന്നെ നിർബന്ധിച്ചിട്ടില്ല. എൻ്റെ ഹസ്ബൻഡ് ആയാലും എന്നെ പാചകം ചെയ്യാനൊന്നും നിർബന്ധിച്ചിട്ടല്ല, ഞാൻ എൻ്റെ കടമ പോലെ ചെയ്യുന്നതാണത്, അല്ലാതെ ഒരിക്കലും നിർബന്ധിച്ചിട്ടില്ല. ഇവിടെ ബാംഗ്ലൂരിൽ വന്ന് വൈറ്റ് ഫീൽഡിലുള്ള സ്വാമിയുടെ വലിയൊരു ആശ്രമം ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് കല്യാണം കഴിഞ്ഞ് ഇവിടെ നമ്മൾ ബാംഗ്ലൂർ സെറ്റിൽഡ് ആയി അടുത്ത മാസം തന്നെ എന്നെ ഹസ്ബൻഡ് എന്നോട് പറയാതെ എന്നെ കൊണ്ടുപോയി. എന്നോട് പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്ക് ഞാൻ കൊണ്ടുപോകുന്നുണ്ട്, ഭയങ്കര സർപ്രൈസ് ആണെന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോയത് ഈ വൈറ്റ് ഫീൽഡിലുള്ള സ്വാമിയുടെ മന്ദിരത്തിലേക്കായിരുന്നു. അത് ഭയങ്കര ഒരു അനുഭവമായിരുന്നു എനിക്ക്. എൻ്റെ സന്തോഷം എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു പാർട്ട്ണറെ കിട്ടുക ഇന്നത്തെ കാലത്ത് എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതൊരു വലിയ അനുഗ്രഹം. പിന്നീട് ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം പുട്ടപ്പർത്തിയിൽ പോയിട്ടുണ്ട്. കാരണം ഇവിടെ ബാംഗ്ലൂരിൽ നിന്ന് ഒരു കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 4-4.5 മണിക്കൂർ കൊണ്ട് നമുക്ക് പുട്ടപ്പർത്തിയിൽ എത്താം നമ്മുടെ വാഹനത്തിൽ യാത്ര ചെയ്യണമെങ്കിൽ. ഒരുപാട് പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. എൻ്റെ മോനെയും കൊണ്ട് ഞാൻ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് പോകുന്നു, അവിടെ പോയി ഭജനയിൽ ഇരുന്നിട്ടുണ്ട്. ഒരു ഭക്തനാണെന്ന് അവകാശപ്പെടാതെ തന്നെ എൻ്റെ ഹസ്ബൻഡ് അവിടെ ഇരുന്നിട്ടുണ്ട്, ആ സാഹചര്യത്തിൽ ഇരുന്നിട്ടുണ്ട്. ഭയങ്കര പോസിറ്റീവ് വൈബാണെന്ന് എപ്പോഴും പുള്ളി പറയുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് എന്നോട് ഇങ്ങോട്ട് പറയാൻ തുടങ്ങി, നമുക്കൊന്ന് പോയിട്ട് വരാം, എന്താപ്പ അതിന്, നമുക്കൊന്ന് പോയിട്ട് വരാം. അങ്ങനെ ഒരുപാട് പ്രാവശ്യം പുട്ടപ്പർത്തിയിൽ എനിക്ക് അതിന് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പ്രാവശ്യം പോകാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു അനുഭവം എൻ്റെ കുഞ്ഞുണ്ടായതാണ്. അപ്പോ കുഞ്ഞുണ്ടായത് ഒരു കല്യാണം കഴിഞ്ഞ് ഏകദേശം 1-1.5 വർഷത്തിന് ശേഷമാണ് കുട്ടി ഉണ്ടായത്. പക്ഷെ ആ സമയത്ത് എനിക്കൊരു ലൈക്ക് ഗൈനിക് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ഗൈനക്കോളജിക്കലി സം പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് അവർ പറഞ്ഞത്, നമുക്ക് ഈ മരുന്നുകൾ 2 മാസത്തോളം ഞാൻ മരുന്നുകൾ കഴിച്ചു അതിന് വേണ്ടിയിട്ട്. പക്ഷെ അവർ പറഞ്ഞു, നമ്മൾക്ക് ഈ മരുന്നുകൾ നമ്മളെ ലൈക്ക് അഡ്വേഴ്സ് ഇഫക്ട്സ് ഉണ്ടാവും, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മരുന്നുകൾ നിർത്തിയിട്ട് നമുക്കൊരു ലാപ്രോസ്കോപ്പിയോ അല്ലെങ്കിൽ നമുക്കൊന്ന് ട്യൂബ് ക്ലീൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഓപ്പറേഷൻ ഉണ്ട്, അതാണ് കുറച്ചും കൂടി ഇഫക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു. നമ്മൾ വെറുതെ ഇങ്ങനെ മരുന്ന് കഴിക്കേണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കാര്യം അവർ പറഞ്ഞു. അപ്പൊ നമ്മളും അതിന് തയ്യാറായി, കാരണം ഒരുപാട് മരുന്നുകൾ കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ നമ്മൾ അതിനുള്ള സർജറി നമ്മൾ ഫിക്സ് ചെയ്തു ആക്ച്വലി. അപ്പൊ പറഞ്ഞു, ഈ സർജറിന്റെ സമയത്ത് നമ്മൾ മരുന്ന് കഴിക്കാൻ പാടില്ല. അപ്പൊ 2 മാസം ഞാൻ മരുന്ന് കഴിച്ചു, 1 മാസം ഞാൻ പൂർണ്ണമായും മരുന്നില്ലാതെ ഇരുന്നു. എന്നിട്ടാണ് ഞാൻ ഇവിടെ നമ്മൾ ഓപ്പറേഷനുള്ള തീയതി വരെ ഫിക്സ് ചെയ്തു ആക്ച്വലി, നാട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി. പക്ഷെ ആ സമയമായപ്പോഴേക്കും എനിക്ക് ഒരുപാട് ദേഹാസ്വാസ്ഥ്യങ്ങളും എല്ലാം വന്നിട്ട് നമ്മളൊന്ന് ഡോക്ടറെ അടുത്ത് പോയി. ചെക്ക് ചെയ്തപ്പോഴാണ് ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറയുന്നത്. നമുക്ക് അങ്ങനെ ഒരു സർജറിയുടെ, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് ഒരു സർജറിയുടെ ഒരു ആവശ്യം പോലും ഇല്ലാതെ ആയി പോയി. നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ
പ്രഗ്നന്റ് ആയി. അതിനുശേഷം അവിടെ കൊണ്ടും നമ്മുടെ അനുഭവങ്ങൾ തീർന്നില്ല. അതിനുശേഷം നമ്മൾ 3-ാം മാസത്തെ സ്കാനിങ്ങിന്റെ സമയത്ത് ഇവിടുന്ന് ഡോക്ടർ പറഞ്ഞു, സ്കാനിങ്ങിന്റെ സമയത്ത് കുട്ടിയുടെ നട്ടലിന്റെ അവിടെ എന്തോ ഒരു നീര് പോലെ എന്തോ ഒന്ന് കാണുന്നുണ്ട്. അപ്പോൾ അത് എന്താണ് പ്രശ്നം എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അവിടെ ഒരു നീര് പോലെ ഒന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അമ്നിയോട്ടിക് ഫ്ലൂയിഡിലൂടെ ഇഞ്ചക്ഷൻ വെച്ചിട്ട് നമുക്കൊരു ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇത്തരത്തിലുള്ള ഭാഷകളും അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്നൊക്കെ പറയുന്ന കേട്ടപ്പോൾ നമ്മൾ സ്വാഭാവികമായും നമ്മൾ ഒരുപാട് ടെൻസ്ഡ് ആയിപ്പോയി, എന്താണെന്ന് അറിയില്ല. പക്ഷേ എനിക്ക് അപ്പോഴും ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ഞാൻ ആ കിടക്കുന്നതിന്റെ ആ സ്കാനിങ് റൂമിന്റെ ചുമരിലോട്ട് ഞാൻ നോക്കിയപ്പോൾ അവിടെ ഞാൻ കാണുന്നത് സ്വാമിയുടെ ഒരു ശിർദിബാബയുടെ ഒരു ഫോട്ടോ ആണ്. അത് എന്റെ മനസ്സിൽ തോന്നിയ ചിത്രമാണോ അതോ അവിടെ ആ റൂമിൽ അങ്ങനെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞില്ല. കാരണം ഞാൻ ആദ്യത്തെ 2 മാസവും അങ്ങനെ ഒരു സ്കാനിങ്ങിന് പോയപ്പോൾ ഞാൻ ആ ഫോട്ടോ കണ്ടിട്ടില്ല. പക്ഷെ 3-ാം മാസം ഞാൻ ആ ഫോട്ടോ കണ്ടു. എനിക്ക് തോന്നി ഒന്നും പ്രശ്നമല്ല, ഇവർക്ക് മാറിപ്പോയതായിരിക്കും. അങ്ങനെ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയത്. പക്ഷെ അവിടെ അധികം നിന്നില്ല. നമുക്ക് നാട്ടിലോട്ട് ആ ഒരു ടെൻഷൻ നമുക്ക് എല്ലാവർക്കും ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ നാട്ടിലോട്ട് വന്ന ഉടനെ തന്നെ നമ്മൾ സ്കാൻ ചെയ്തു. ആ സ്കാനിങ്ങിൽ അങ്ങനെ ഒരു നീര് അവർക്ക് കാണാൻ പറ്റില്ല. അപ്പൊ അവര് പറയുന്നത് ഒന്നില്ലെങ്കിൽ മെഷീന്റെ കുഴപ്പം, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും പ്രശ്നം. പക്ഷെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് സ്വാമിയുടെ മിറാക്കിളായിട്ടാണ്. അങ്ങനെ ഒരു സാധനം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്കും അറിയാം. കാരണം എനിക്ക് അവര് കാണിച്ചു തന്നായിരുന്നു. അത് ഒരു വീഡിയോയിലൂടെ അവർ കാണിച്ചു തരുന്നു. ഇവിടെയൊക്കെ ബാംഗ്ലൂരൊക്കെ അവര് ശരിക്കും അത് കാണിച്ചു തരും. അത് കാണിച്ചു തന്നപ്പോൾ ഞാൻ അത് കണ്ടായിരുന്നു അവിടെ. പക്ഷെ ഇവിടെ വന്നിട്ട് അത് നോക്കുമ്പോൾ അതില്ല. നാട്ടിലെ വന്ന് നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ലാതെ നമ്മുടെ ഡെലിവറി എല്ലാം കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് മോനുണ്ടായി, ഒരു കുഴപ്പമില്ല. അപ്പോഴും മോനെ എപ്പോഴെപ്പോഴും അസുഖങ്ങൾ വരും. നമ്മൾ ഒരുപാട് ദൂരെ ആയതുകൊണ്ട് തന്നെ സ്വാമി എന്ന് വിളിക്കും. എനിക്ക് തോന്നുന്നു പണ്ടത്തെക്കാളും കൂടുതൽ. പണ്ടൊക്കെ ഞാൻ ലൈക്ക് ഒരുപാട് നാമം ജപിക്കുമായിരുന്നു. ലൈക്ക് സന്ധ്യയ്ക്കൊക്കെ ഒരുപാട് നേരം നാമം ജപിക്കുമായിരുന്നു. രാവിലെ വേദങ്ങളെല്ലാം പാരായണം ചെയ്യുമായിരുന്നു. പക്ഷേ വിവാഹം കഴിഞ്ഞ് ഞാൻ ജോലിക്ക് കയറി. ഞങ്ങൾ കുറച്ചു കാലം മുംബൈയിലായിരുന്നു. ജോലിക്ക് കയറുമ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ ഈ ദിനചര്യകളെല്ലാം മാറി. കാരണം ഞാൻ രാത്രി 7 മണിക്കും 8 മണിക്കും വീട്ടിലെത്താൻ തുടങ്ങി. സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കാൻ ചില ദിവസങ്ങളിൽ പറ്റാതെയായി. നാമം ജപിക്കാൻ അരമണിക്കൂറിൽ കൂടുതൽ ഇരിക്കാൻ പറ്റാതെയായി. ഇതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു അന്നത്തെക്കാളും ഇപ്പോ അനുഗ്രഹിക്കുന്നത് ഇപ്പോഴാണ് ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്. കാരണം ഓരോ നിമിഷത്തിലും സ്വാമിയുടെ ബ്ലെസ്സിങ്സ് ഞാൻ അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് പറയാം, ഞാൻ ഒറ്റയ്ക്കായിപ്പോയി. എല്ലാ കാര്യങ്ങളും ഞാൻ തനിയെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടി വന്നപ്പോൾ എനിക്ക് ഒരുപാട് സ്വാമിയുടെ അനുഗ്രഹങ്ങൾ ദിവസം ദിവസം കിട്ടുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോ അത് കഴിഞ്ഞു, പ്രസവം കഴിഞ്ഞു, കുട്ടി ഉണ്ടായി, കുട്ടിയുടെ കാര്യങ്ങളെല്ലാം നോക്കല് അങ്ങനെയൊക്കെ ആയി. അതിന് ശേഷം പഠനം എന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ട്. അപ്പോഴും ഞാൻ IT കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ആ ഒരു കൾച്ചറായിട്ട് ഒരിക്കലും എനിക്ക് മിങ്കിൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ ഒരു IT കൾച്ചറുമായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഇങ്ങനെ അതിനുവേണ്ടി പരിശ്രമിക്കണമെങ്കിൽ എനിക്ക് മുന്നോട്ടുള്ള ഒരു വിദ്യാഭ്യാസം ആവശ്യമാണെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ഗർഭിണിയായിരിക്കെ തന്നെ ഞാൻ MBA ചേരുന്നതൊക്കെ വളരെ ഒരു ഭയങ്കര പ്രശ്നമുള്ള കാര്യമായിരുന്നു. കാരണം ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീ പോയിട്ട് കോളേജിൽ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊന്നും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല എൻ്റെ വീട്ടുകാർക്ക് അടക്കം. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പുള്ളി ആണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. നമ്മൾ MBA കഴിഞ്ഞ് ഞാൻ ഒരു കോളേജിൽ ഇനി എന്ത് ചെയ്യും, എനിക്ക് ജോലിക്ക് പോകണം, നിർബന്ധമായിട്ടും ജോലിക്ക് പോകണം. ചെറിയ കുഞ്ഞാണ്. ഞാൻ പറഞ്ഞു നമുക്ക് ഡേ കെയർ ഉണ്ട്, ഡേ കെയറിലാക്കി അവനൊരു 3 വയസ്സ് വരെ ഞാൻ ഡേ കെയറിൽ ആക്കി. എൻ്റെ വീട്ടിലിരുന്നുകൊണ്ട് ഞാൻ ട്യൂഷൻ എടുത്തു തുടങ്ങി. കാരണം ബാംഗ്ലൂരാണ്, എല്ലാവർക്കും ഇംഗ്ലീഷ് മാത്രമേ നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ ഉള്ളൂ. എൻ്റെ ഇംഗ്ലീഷ് ഒന്ന് റെഡിയാക്കണം. അതിനുവേണ്ടി ഞാൻ ട്യൂഷൻസ് എടുത്തു തുടങ്ങി. അതിനുശേഷം പിന്നെ എനിക്ക് ജോലിക്ക് പോകണം പുറത്തോട്ട്. അപ്പോഴും ക്വസ്റ്റ്യൻസ് വന്നു. കാരണം വീട്ടുകാർക്ക് എല്ലായ്പ്പോഴും നമ്മുടെ അടുത്ത് വന്നിട്ട് നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഒരു പ്രോബ്ലം തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞു നമുക്ക് നോക്കട്ടെ, വീടിനടുത്തുള്ള ഒരു കോളേജിൽ കിട്ടുമെന്നുള്ളത്. ഈശ്വരന്റെ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് വീട്ടിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരത്തിൽ ഒരു കോളേജ് ഉണ്ടായിരുന്നു. അവിടെ ആ സമയത്ത് കൃത്യമായിട്ട് ഒഴിവുണ്ടായിരുന്നു. എനിക്ക് കൃത്യമായിട്ട് ജോലിക്ക് കിട്ടി. എൻ്റെ മോന് 3 വയസ്സ് തികഞ്ഞു. എൻ്റെ മോൻ പ്ലേ സ്കൂളിൽ പോയി തുടങ്ങി. അവൻ തിരിച്ചു വരുമ്പോഴേക്കും ഞാനും തിരിച്ചു വരുന്ന രീതിയിൽ ആരെയും ബുദ്ധിമുട്ടിക്കാതെ എനിക്ക് എൻ്റെ ജോലി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. അതിനുശേഷമാണ് ഞാൻ PhDയുടെ ഒരു എൻട്രൻസ് ഉണ്ടെന്ന് അറിഞ്ഞത്. ഞാൻ വെറുതെ എഴുതിയതാണ്. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. എന്തായാലും PhD അല്ലേ, ചുമ്മാ ഒന്ന് എഴുതി നോക്കാം, ഒരു പ്രതീക്ഷയില്ല
ഇല്ലാതെ ഞാൻ എഴുതിയതായിരുന്നു. അത് നമ്മൾക്ക് ശരിയായ രീതിയിലാണെങ്കിൽ അത് കോയമ്പത്തൂർ വെച്ച് നടത്തേണ്ട എക്സാം ആണ്. പക്ഷെ അത് കോവിഡ് കാരണം അവരത് ഓൺലൈൻ ആക്കി മാറ്റിയായിരുന്നു. നമുക്ക് എവിടെ ഇരുന്നിട്ടും അറ്റൻഡ് ചെയ്യാം. ആ ഒരു കോവിഡ് കാരണം മാത്രമാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ആ എക്സാം എഴുതിയത്. കോവിഡോടെ ഏറ്റവും ഗുണം ഉണ്ടായത് എനിക്കാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ സമയത്താണ് ഞാൻ എൻ്റെ നോളജും എൻ്റെ ഒരു കരിയർ ബിൽഡ് ചെയ്യുന്നത് ഈ ഒരു കോവിഡിന്റെ സമയത്താണ്. ആ സമയത്ത് നമ്മൾ PhD എക്സാം എഴുതി ഒരു പ്രതീക്ഷയില്ലാതെ എഴുതി. പക്ഷേ പിറ്റേ ദിവസം തന്നെ, കാരണം ഇത് ഓൺലൈൻ എക്സാം ആയതുകൊണ്ട് അവർക്ക് റിസൾട്ട് എത്രയും പെട്ടെന്ന് പ്രഖ്യാപിക്കാൻ സാധിച്ചു. അടുത്ത ദിവസം തന്നെ അതിന്റെ റിസൾട്ട് വന്നു, ക്വാളിഫൈഡ് ആയി. അവിടെ കൊണ്ടും തീർന്നില്ല. പിന്നെ നമുക്ക് ഗൈഡിനെ PhD എന്താണ് PhD എന്ന് പോലും അറിയാതെയാണ് ഞാൻ എൻട്രൻസ് എഴുതിയത് എന്നുള്ളത് വേറൊരു വസ്തുത. അതിനുശേഷം PhD ഗൈഡിനെ കിട്ടണം. അത് കിട്ടിയതും അത് ഭയങ്കര അത്ഭുതമാണ്. കാരണം നാളെ അതിന്റെ സമയം തീരുന്നെങ്കിൽ എനിക്ക് ഇന്ന് രാത്രി 8 മണിക്കാണ് എൻ്റെ ഗൈഡ് ഫിക്സ് ആവുന്നത്. അതും വളരെ നല്ലൊരു മനുഷ്യൻ, വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള, വളരെ ഭക്തിമാർഗത്തിൽ നയിക്കുന്ന വളരെ നല്ലൊരു ഗൈഡിനെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ എൻ്റെ PhD ജേർണി വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത വർഷം അത് സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അടുത്ത വർഷം തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയും ഇന്ന് ഞാന് അന്നത്തെ ഒരു 11 വയസ്സുള്ള ഒരു മാംസാദികളെല്ലാം ഉപേക്ഷിക്കാൻ മടിയുണ്ടായിരുന്ന ആ കുട്ടിയിൽ നിന്നും ഒരു 31 വയസ്സുള്ള ഒരു കോളേജ് അധ്യാപികയായിട്ട് നിൽക്കുമ്പോൾ എൻ്റെ ഭക്തിയിൽ തന്നെ ഒരുപാട് ഇവോൾവ്മെന്റും സംഭവിച്ചിട്ടുണ്ട്. പണ്ടാണെങ്കിൽ ദുഃഖം തരരുതേ സ്വാമി എന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്നത് ദുഃഖം തന്നോളൂ, പക്ഷെ അത് സഹിക്കാനുള്ള ഒരു ശക്തിയും കൂടി ഒപ്പം എനിക്ക് നൽകണം എന്നുള്ള ആ ഒരു പ്രാർത്ഥനയുടെ മാറ്റം തന്നെയാണ് എൻ്റെ ഭക്തിയുടെ ഇവോൾവ്മെന്റ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നത്. പിന്നെ എന്നും അമ്പലത്തിൽ പോയിട്ട് സ്വാമിയോട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിന് പകരം ഇന്ന് ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ ആ ഒരു രൂപത്തിനെ വിഷ്വലൈസ് ചെയ്ത് അതിനെ മനസ്സിൽ ഉൾക്കൊള്ളാനും സമാധാനത്തോടുകൂടി സൈലന്റ്ലി ഒരു കാര്യവും പറയാതെ അത് ഉൾക്കൊള്ളാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എനിക്ക് വേണ്ടത് സ്വാമി തരുമല്ലോ എന്നുള്ള ഒരു വിശ്വാസത്തിലാണ്. അവിടെയാണ് ഞാൻ എൻ്റെ ഭക്തിയുടെ ഇൻവോൾവ്മെന്റ് ഇപ്പോൾ കാണുന്നത്. സായിരാം, ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക്, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 10-11 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു സദസ്സിൽ ഇരിക്കുന്നതും ഇങ്ങനെ ഒരു അനുഭവം പങ്കുവയ്ക്കുന്നതും. എൻ്റെ ബാലവികാസ് ഗുരുവായ ഭാരതി ടീച്ചറോടും ഇതിനൊരു വഴിയൊരുക്കി തന്ന കുമാരി ടീച്ചറോടും എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. സായിരാം. 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 വളരെ ബ്യൂട്ടിഫുൾ. സായിരാം. വളരെ മനോഹരമായിരുന്നു. വളരെ എന്താ പറയാ, വളരെ പക്വതയോടുകൂടിയുള്ള നന്നായി വരാൻ മോളൊക്കെ. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. സായിരാം. താങ്ക് യു. വീഡിയോ ഓഫ് ചെയ്തോളൂ. ഭഗവാന്റെ പ്രസന്റേഷൻ ഉണ്ടാവും. ప్రేమ స్వరూపులారా, embodiments of love. యుగములు గడిచినప్పటికీ, జగమును కదిలినప్పటికీ మానవుని యొక్క హృదయము మారటం లేదు. Though ages have passed, generations have left, human heart has not yet been transformed. చదువులు మితిమీరిపోతున్నవి. We find education on the ever rise. విద్యలు చాలా అల్లోలములు కావిస్తున్నవి. The education is adding to the confusion and ఈ agitation. విద్యల వల్ల మానవుని యొక్క హృదయము మారుతుందని భావిస్తున్నారు. We think that there will be reformation in human heart by education. నిజమే, మారుతున్నవి. ఏ విధంగా మారుతున్నవి? It is changing, no doubt, but how is it happening? అతి విచిత్రమైన మార్గమును అవలంబిస్తున్నవి. It is following a distorted, perverted way. మానవుడు నేర్చుకోవలసినటువంటి విషయాలు నేర్చుకోవటం లేదు. Man is not acquiring, is not learning what he is పశుభావములను supposed to. అభివృద్ధి పరచుకుంటూ, Developing the animal trait, రాక్షస కృత్యములను పవిత్రం చేసుకుంటూ, entertaining demonic attitude, మానవత్వాన్ని వ్యర్థము గావించుకుంటున్నాడు. wasting the human life altogether. ఇది కాదు మన యొక్క పండుగలు. This is not what we are supposed to do. ఇది కాదు మన ఒక పూర్వ యొక్క సంస్కృతి. This is not our nature in భారతీయ సంస్కృతి the culture of Bharat. అనేకత్వంలోని ఏకత్వాన్ని గుర్తించి మానవత్వాన్ని సార్థకం కావటమే ఇది పవిత్రమైన సంస్కృతి. Wants us to realize the unity in diversity and work for the liberation of one's own self. కానీ ఈనాడు దానిని విరుద్ధమైన మార్గంలో అవలంబిస్తున్నాడు. But we are following the contradictory procedure. ఏకత్వాన్ని అనేకత్వంగా విభజిస్తున్నాడు. In fact, we are fragmenting the one into multiplicity. ఏకత్వాన్ని అనేకత్వంగా విభజించేటువంటి యొక్క మేధావులు, విద్యావంతులు దినదినములకు పెరిగిపోతున్నారు. కానీ అనేకత్వంలో ఉన్నటువంటి ఏకత్వాన్ని గుర్తించి వర్తించేటువంటి వ్యక్తులు
తరిగిపోతున్నారు. We find more and more of intellectuals, educated people who can watch the plurality, multiplicity in unity. But there are none who observe the unity in diversity. భారతీయ సంస్కృతి ఎంత ఉన్నతమైనటువంటిదో, ఎంత పవిత్రమైనటువంటిదో, ఎంత సార్థకమైనటువంటిదో భారతీయులే గుర్తించుకోలేకపోతున్నారు. The inhabitants of Bharat, Bharatiyas, are not able to know the nobility and the greatness of the Indian culture. సర్వుల యొక్క క్షేమాన్ని, సమస్త యొక్క సంక్షేమాన్ని అభివృద్ధి పరచుకొని ఆనందించేటువంటి జీవితము భారతీయుల యొక్క జీవితము. The life of Bharatiyas is to live in happiness when others are happy. ഭജന പാടിക്കൊണ്ട്. പക്ഷേ ശ്രീദേവി അനിലാണ് പാടുക. ഹിമയ്ക്ക് പാടുന്നതിന് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. ശ്രീദേവി അനിൽ ശ്രീദേവി പാടിക്കോളൂ മോളെ. शिरडी साई द्वारकमाई प्रशांति वासी साई राम. शिरडी साई द्वारकमाई प्रशांति वासी साई राम. साई राम साई राम एक नाम सुंदर नाम. साई राम एक नाम सुंदर नाम. शिरडी साई द्वारकमाई प्रशांति वासी साई राम. अल्लाह ईश्वर साई राम, अल्लाह ईश्वर साई राम. पतिपुरी के हे भगवान, पतिपुरी के हे भगवान. दया करो कृपा करो रक्षा करो हे भगवान. दया करो कृपा करो रक्षा करो हे भगवान. शिरडी साई द्वारकमाई प्रशांति वासी साई राम. साई राम एक नाम सुंदर नाम. शिरडी साई द्वारकमाई प्रशांति वासी साई राम. अल्लाह ईश्वर साई राम, पतिपुरी के हे भगवान. दया करो कृपा करो रक्षा करो हे भगवान. दया करो कृपा करो रक्षा करो हे भगवान. शिरडी साई द्वारकमाई प्रशांति वासी साई राम. വളരെ സുന്ദരമായ ഭജന. സായിരാം. മോളെ മനോഹരമായിട്ട് പാടി കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഓക്കെ. സായി ഉപമ. ഈശ്വരൻ മനുഷ്യന് പരീക്ഷണങ്ങൾ നൽകുന്നത് വിനോദത്തിന് വേണ്ടിയല്ല, ദുരിതങ്ങൾക്കുമേൽ ദുരിതങ്ങൾ നൽകുന്നത് അവിടുന്ന് അത് ആസ്വദിക്കുന്നത് കൊണ്ടുമല്ല. പരീക്ഷകൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് അറിവിന്റെ പുരോഗതിയെ അളക്കുന്നതിനും അതിന് അനുസരണമായ മാർക്കും കയറ്റവും നൽകുന്നതിനും സമ്മാനവും നൽകുന്നതിന് വേണ്ടിയാണ്. പരീക്ഷിക്കപ്പെടണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടണം. അതുകൊണ്ട് മാത്രമേ നിങ്ങളുടെ ആത്മീയ സാധനയിലെ പുരോഗതി നിങ്ങൾക്ക് അളക്കുവാൻ സാധിക്കുകയുള്ളൂ. ജയ് സായിരാം. നാളെ വായിക്കുന്നത് ഭദ്രയാണ്. ഭദ്ര മലപ്പുറം ആണ് നാളെ വായിക്കുന്നത്. സായിരാം. സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും